ഇന്ന് ഇവിടെ ഈ സാഹിത്യോത്സവത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു വിഷയം പരസ്പരം കണ്ടുമുട്ടുന്ന നടപ്പാതകൾ എന്ന് കണ്ടു. അതുപോലെ നമ്മളെ വിളക്കിച്ചേർക്കുന്ന കണ്ണികൾ എന്നും ഒരു പോസ്റ്റിൽ കണ്ടു. രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അവതാരകൻ പാരിസ്ഥിതിക ദുരന്തത്തെക്കുറിച്ച് എഴുതിയ റീച്ചൽ കാഴ്സൻ്റെ അതിൻ്റെ മലയാളമുണ്ട്, നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചും ലഹരിയെക്കുറിച്ചും സൂചിപ്പിച്ചു. മനുഷ്യനെ എന്തുകൊണ്ടാണ് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവനെ ഐക്യപ്പെടുത്തുന്ന ഘടകം ഏതാണെന്നാണ് ചോദിക്കപ്പെട്ടതായി ഞാൻ കണ്ടത്. മനുഷ്യനെ ഐക്യപ്പെടുത്തുന്ന ഒരുപാട് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, പരിമിതമായ സമയമായതുകൊണ്ട് ഞാൻ പറയണം. യൂണിറ്റി എന്ന് പറയുന്നത് ആണ് യാഥാർത്ഥ്യം. മനുഷ്യരെല്ലാം ഒന്നാണ് എന്നതും ഐക്യപ്പെടുക അല്ലെങ്കിൽ ഐക്യത്തിലാവുക എന്നത് ഒരു സ്വാഭാവികമായ സംഗതിയാണെന്നും പറയാം. പക്ഷേ യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒണ്ണസ് അല്ല, സെയിംനെസ് എന്ന് പറയും. ഒണ്ണസ് അല്ല, സെയിംനെസ് അല്ല, എല്ലാം ഒരുപോലെ എന്നല്ല എൻ്റെ അർത്ഥം. യൂണിറ്റിയിൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, വൈവിധ്യമുണ്ട്. മറ്റത് അങ്ങനെയല്ല, ഒണ്ണസും സെയിംനെസ്സും. അപ്പോൾ അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന് അവനല്ലാത്ത എല്ലാത്തിനെയും ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. ജീവജാലങ്ങളുടെ ഒരു പൊതു സ്വഭാവം മനുഷ്യരുടെ സഹകരിക്കുക, ഐക്യത്തിലാവുക എന്നതാണ്. ധാരാളം അനൈക്യത്തിൻ്റെ കഥകൾ പറയാനുണ്ടാവും. പക്ഷേ അവൻ്റെ ശരിയായ പ്രകൃതിദത്തമായ ഘടന ഐക്യപ്പെടുന്നതിൻ്റെയാണ്, യൂണിറ്റിയാണ്. അത് വിഭജനമല്ല, ഐക്യമാണ്. അതിന് കാരണമുണ്ട്. അതിന് കാരണം ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ എല്ലാം പരസ്പര പൂരകമാണ്, പരസ്പരം ബന്ധിതമാണ്. മണ്ണിനോട് നമുക്ക് ബന്ധമുണ്ട്, മണ്ണിന് ചെടിയോട് ബന്ധമുണ്ട്, ചെടിക്ക് മൃഗങ്ങളോട് ബന്ധമുണ്ട്, മൃഗങ്ങൾക്ക് നമ്മളോട് ബന്ധമുണ്ട്. ജലം, വായു, അതുപോലെ ആഹാരം, ആകാശം, ഭൂമി, അഗ്നി, വായു, ഇതെല്ലാം പരസ്പരം ബന്ധിതമായ ഒരു ഏകകമാണ്. അപ്പോൾ അതൊക്കെ ഡിഫറൻ്റാണ്. നോക്കിയാൽ വെള്ളത്തിന് വേറെ ക്വാളിറ്റിയാണ്, വായുവിന് വേറെ സ്വഭാവമാണ്, മണ്ണിന് പല ഘടനകളും പലതും ഉൾക്കൊള്ളുന്നതാണ് മണ്ണ്. ചെടികളിൽ വ്യത്യസ്തമായ ചെടികളുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്കിതൊക്കെ വ്യത്യസ്തമാണെന്ന് പറയാം. പക്ഷേ ഇതെല്ലാം പരസ്പരം പൂരകമായിട്ടുള്ള ഒരു വലിയ ഒന്നിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഭാഗങ്ങൾക്ക് ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതായത് എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങൾക്കും നിറവേറ്റാനുള്ള കടമ ഒന്നല്ല. വ്യത്യസ്ത സർവീസുകൾ ആവശ്യമുണ്ടല്ലോ. നമുക്ക് തന്നെ എല്ലാവരും ഒരുപോലെ ആയാൽ അതാണ് സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മളെല്ലാം ഒന്നായിരിക്കെ, ഒരേ തരത്തിലുള്ള സൃഷ്ടികളായിരിക്കെ, ജീവജാലങ്ങളായിരിക്കെ, ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായിരിക്കെ തന്നെ നമുക്ക് നിറവേറ്റാനുള്ള വ്യത്യസ്ത കടമകൾക്കനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതൊരു വിഭജനമല്ല, അതൊരു ഡൈവേഴ്സിറ്റിയാണ്, ഒരു വൈവിധ്യമാണ്. ആ വൈവിധ്യം ഇല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും ഒരു സേവനമല്ലല്ലോ ചെയ്യാനുള്ളത്. ഞാൻ ജീവിക്കാൻ എന്തിനെല്ലാം ആശ്രയിക്കണം? എനിക്ക് മണ്ണിനെ ആശ്രയിക്കണം, കൃഷിയെ ആശ്രയിക്കണം, ജീവജാലങ്ങളെ ആശ്രയിക്കണം, വെള്ളം വേണം, വായു വേണം, ആകാശം വേണം, ഭൂമി വേണം, അഗ്നി വേണം. അതൊക്കെ വേണം എൻ്റെ ജീവിതത്തിന്. അതൊക്കെ എന്നിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവഘടനയുള്ളതാണ്. എന്നെ അവർക്കും വേണം. അപ്പോൾ അതുകൊണ്ട് പരസ്പര ബന്ധിതമായ മനുഷ്യൻ എന്ന് പറയുന്നത്, ആ യൂണിറ്റി എന്ന് പറയുന്നത് നേരത്തെ അല്ലെങ്കിൽ സ്വയംഭൂവായി പ്രകൃതിദത്തമായി സൃഷ്ടികർമ്മത്തിൽ നിന്ന്, സൃഷ്ടി വൈഭവത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി ഇവിടെ കാണും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ അയാൾ ഒരു ഇൻഡിവിജ്വലാണല്ലോ. അപ്പോൾ എവറി ഇൻഡിവിജ്വൽ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാണ്.
വ്യത്യസ്തനായിരിക്കണം. അതിൻ്റെ അർത്ഥം അവർ അനൈക്യത്തിലാണെന്നല്ല, അവരൈക്യത്തിൽ തന്നെയാണ്. ഒരേ സ്ഥലത്ത് നിന്ന് വന്നാണ്, ഒരേ സ്ഥലത്തേക്ക് പോകുന്നവരാണ്, ഒരുപോലുള്ള അനുഭവങ്ങളും എക്സ്പീരിയൻസൊക്കെ ഉള്ളവരാണ്. പക്ഷേ അവർ വ്യത്യസ്തരാണ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ യൂണിറ്റിക്ക് അങ്ങനെ പല റീസണുണ്ട്. യൂണിറ്റിയാണ് നമ്മളെ പൊതു സ്വഭാവം എന്ന് പറയും, ഐക്യത്തിനെ കുറിച്ച് പറയും. പിന്നെ ഇതിനകത്ത് ടെക്നോളജിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, പാരമ്പര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെക്നോളജി ചുരുക്കി പറഞ്ഞാൽ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കഴിവുകളുടെ ഒരു എക്സ്റ്റൻഷനാണ്, എബിലിറ്റിയുടെ ഒരു വളർച്ചയാണ്, മനുഷ്യന് ആവശ്യമുള്ളത് തന്നെയാണ്. സാങ്കേതിക വിദ്യയാണ് മനുഷ്യനെ വികസിപ്പിക്കുന്നത്. കാരണം അതൊരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു ഉപകരണമാണ്. മനുഷ്യൻ പണ്ടേ ധാരാളം ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവനും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവനും അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നവനും അത് പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നവനും കൂടിയാണ്. അങ്ങനെ അവൻ്റെ ജീവിതമുള്ളൂ. അപ്പോൾ പല ഉപകരണങ്ങളും പ്രാകൃതമായ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള ചില ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ടെക്നോളജിയായി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായി, ചാറ്റ് ബോട്ടായി, ഗ്രോക്കായി, ഇങ്ങനെ പല സംഗതികളായി, ഡീപ് സീക്കായി, അങ്ങനെ നിർമ്മിത ബുദ്ധിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ടെക്നോളജി. ആ ടെക്നോളജിയും മനുഷ്യനെ യൂണിഫൈ ചെയ്യാൻ സഹായകരമാണ്. അതേസമയം ചില ചാലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട് എന്നുള്ളൂ. അത് മനുഷ്യനെ അതിജീവിക്കേണ്ടതാണ്. ടെക്നോളജി മനുഷ്യനെ യൂണിഫൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ വേഗം അടുത്തു, നമുക്ക് ധാരാളം പരസ്പരം ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ കൂടി, സാമൂഹ്യ മാധ്യമങ്ങൾ വന്നു, വിദേശത്തുള്ളൊരു ഡോക്ടർക്ക് ഇവിടെ ചികിത്സിക്കാൻ പറ്റുന്നതായി, റോബോട്ടിക് സിസ്റ്റമായി. ഇപ്പോൾ ആമസോൺ എന്നൊക്കെ പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ കുട്ടികൾ നമ്മളൊക്കെ പറയുമ്പോൾ അവർ ചെറുപ്പക്കാർ പറയും തന്ത വൈബാണെന്ന് പറയും. നേരെ മറിച്ച് പിന്നെ ആമസോൺ എന്ന് പറയുന്ന കമ്പനി, നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെയാണ് നമ്മുടെ മക്കളൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഒരാൾ എവിടെ ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടില്ല. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെ കുട്ടികൾ എല്ലാ ദിവസവും ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളത് തുറന്നു നോക്കാറേ ഇല്ല. ചെറുതും വലുതുമായ സകലതും അവർ വരുത്തുന്നത് ആമസോൺ എന്നാണ്. ആമസോൺ ഒരു കമ്പനി, അങ്ങനെ പലതുണ്ട്. ആ ആമസോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ചൈനയിലെ സ്ഥാപനത്തിൽ 60,000 റോബോട്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. യന്ത്രമനുഷ്യൻ എന്നൊക്കെ മലയാളത്തിൽ പറയാം, പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിലും. 60,000 റോബോട്ട്സാണ് വർക്ക് ചെയ്യുന്നത്. റോബോട്ടിക്കായിട്ടുള്ള ആ സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ മുതലാളിക്ക് ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടൊരു കടയൊന്നും ആവശ്യമില്ല, അതിന് ഇത് വേണ്ട. അപ്പോൾ ആ റോബോട്ട്സിനെ വെക്കുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ റോബോട്ട്സ് 24 hours ജോലി ചെയ്യും. അവർക്ക് ഒരു ബാത്റൂം വേണ്ട, അവർക്ക് മെറ്റേണിറ്റി ലീവ് ആവശ്യമില്ല, അവർ യൂണിയനൊന്നും ഉണ്ടാക്കില്ല, അവർക്ക് ഇലക്ട്രിസിറ്റി വേണം പക്ഷേ രാത്രി ലേറ്റ് വേണ്ട. ഇതൊക്കെ ആദായങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള റോബോട്ടിക്കായിട്ടുള്ളൊരു യുഗം വന്നിട്ടുണ്ട്. അപ്പോൾ അതും മനുഷ്യന് യൂസ്ഫുള്ളാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ, മാനേജ് ചെയ്യാൻ മനുഷ്യർ പഠിച്ചിരിക്കണം, പുതിയ മനുഷ്യർ എന്നുള്ളത് മാത്രമുള്ള പ്രശ്നം. അതിനൊരു ഡിജിറ്റൽ എത്തിക്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഒരു ധാർമ്മികത, അതിൻ്റെ അടിത്തറയായി വർത്തിക്കുന്നൊരു ധാർമ്മികതയുടെ അഭാവത്തിൽ ദർ ഈസ് എവറി പോസിബിലിറ്റി ടു മിസ്യൂസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അതിൻ്റെ ദുരുപയോഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ എല്ലാത്തിനും ദുരുപയോഗത്തിൻ്റെ സാധ്യത ഉണ്ട്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിക്കത്തിക്കും ദുരുപയോഗം ചെയ്യാം, അതുകൊണ്ട് കുത്തുകയും ചെയ്യാം. പക്ഷേ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനാണ് മനുഷ്യന് സംസ്കാരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു എസെൻഷ്യൽ തിങ്ങാണ്, എബിലിറ്റിയുടെ ഒരു എക്സ്റ്റൻഷനാണ്. ഞാൻ അതിൻ്റെ വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ചെറിയ രൂപം പറയണം, ബ്രീഫായിട്ട് പറയണം. അത് ഒരു വളർച്ചയും വികാസവും തന്നെയാണ്. അതുപോലെ ഈ ടെക്നോളജി മനുഷ്യനെ യൂണിഫൈ ചെയ്യുന്നുണ്ട്. അത് ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും യൂണിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ്, ഒരു തലമുറ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 30 വർഷമെങ്കിലും ജീവിക്കുന്ന ഒരു തലമുറ. അത് കഴിഞ്ഞിട്ട് ഒരു 30 വയസ്സാകുമ്പോൾ മനുഷ്യൻ വിവാഹം കഴിച്ച് മക്കളുണ്ടായിക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ ആ തലമുറ പോയി പുതിയ തലമുറ വരാൻ തുടങ്ങും. അപ്പോൾ ഈ ജനറേഷൻസിൽ എങ്ങനെയാണിത് ഈ മനുഷ്യൻ്റെ പൂർവ്വകാല സംഗതികളും അവൻ്റെ ഇതൊക്കെ കലരുന്നത് എങ്ങനെയാണ്, ആ ജനറേഷൻസ് എങ്ങനെയാണ് യൂണിഫൈ ചെയ്യുന്നത്, അതെങ്ങനെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആവുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യനും ആസിഫ് ഉന്നയിച്ച ചോദ്യാവലിയിൽ ഞാൻ കണ്ടു. ഈ ജനറേഷൻസ് ടു ജനറേഷൻസ് എന്ന് പറയുന്ന ഓരോ ജനറേഷനും ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അത് ചരിത്രമായിട്ട് അവൻ്റെ മുമ്പിൽ വരും, അത് സാഹിത്യമായിട്ട് അവൻ്റെ മുമ്പിൽ വരും, അത് കലയായിട്ട് വരും, അത് മിത്തുകളായിട്ട് വരും,
അത് പല ഇതിഹാസങ്ങളായിട്ട് വരും, പുരാണങ്ങളായിട്ട് വരും, പിന്നെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടും. ഇങ്ങനെ സാഹിത്യമായിട്ടും എഴുത്തായിട്ടും വിവിധ കലാരൂപങ്ങളായിട്ടും ചരിത്രമായിട്ടും മനുഷ്യനിലേക്ക് നമ്മുടെ പൂർവ്വപിതാക്കളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള സംഗതികൾ കൈമാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ പഴയ കാര്യങ്ങൾ നമ്മൾ ചുമന്ന് നടക്കുമ്പോൾ തന്നെ അതിങ്ങനെ പഴയത് മുറിഞ്ഞു പോവുകയും പുതിയതിങ്ങനെ ചേർന്ന് വരികയും ചെയ്യും. അങ്ങനെയാണ് ഇതിനൊരു തുടർച്ച വരുന്നത്. അപ്പോൾ ഈ ആ സംസ്കാരം, മനുഷ്യവംശത്തിൻ്റെ സംസ്കാരം, അത് എവിടെയാണ് ആദ്യം ഉണ്ടായത്, എങ്ങനെ ഉണ്ടായത്, ആരാണ് മനുഷ്യൻ, അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഈ സംഘർഷവും ഈ സന്തോഷവും ഈ സമാധാനവും ഈ ദുഃഖവും എല്ലാം പരസ്പര പൂരകമായിട്ട് ഉടനീളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയ തലമുറകളിലേക്ക് പഴയ തലമുറയിൽ നിന്ന് അവരുടെ ട്രഡീഷൻ, പാരമ്പര്യം, കമ്മ്യൂണിറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടത്, കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് ഒക്കെ കൈമാറി അവരെങ്ങനെ മുന്നോട്ട് നയിക്കും. അവർ പുതിയതായിട്ട് കുറേ കണ്ടുപിടിക്കും. പിന്നെ ഈ പഴയതും ഉണ്ട്, അവരങ്ങനെ പഴയതിൻ്റെ തുടർച്ചയും പുതിയതും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ അവർ മുന്നോട്ട് പോകും. അങ്ങനെയാണ് തലമുറകളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ന്യൂ ജനറേഷൻസിന് നമ്മൾ പലതും അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഈ സാഹിത്യത്തിലൂടെ, ഇവിടെ സാഹിത്യോത്സവമാണല്ലോ, സാഹിത്യത്തിലൂടെ, കലയിലൂടെ, ശാസ്ത്രത്തിലൂടെ പുതിയതും പലതും അവന് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഈ മനുഷ്യരുടെ ഒരു സവിശേഷതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ഭുതാവഹമായൊരു പ്രതിഭാസമാണ് മനുഷ്യൻ അവൻ്റെ ഉൾവശമൊന്നും കാണുന്നില്ലല്ലോ, പുറം മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ ഒരാത്മാവിൻ്റെ പ്രശ്നമുണ്ട്. ഭൗതിക ശരീരം മാത്രമല്ല മനുഷ്യൻ, ആത്മഭൗതികങ്ങളുടെ ആരോഗ്യകരമായ സമന്വയമാണ്. രണ്ടും കൂടി ആരോഗ്യകരമായി സമന്വയിപ്പിച്ചിട്ടാണ് മനുഷ്യനുള്ളത്. അപ്പോൾ റൂഹ് എന്ന് പറയുന്നവരുണ്ട്, ആത്മാവെന്ന് പറയുന്നവരുണ്ട്. ആത്മാവ് അനശ്വരമാണ്, ശരീരത്തിന് മാറ്റങ്ങൾ വരും. അങ്ങനെയുള്ള ഒരു ആത്മാവിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ ജീവിതത്തിലും ഈ ജീവജാലങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ദൃഷ്ടികൾക്ക് വിധേയമല്ലാത്ത പലതുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, ചെവി, മൂക്ക്, നാവൊക്കെ ഉണ്ടല്ലോ, ഈ ശരീരത്തിൻ്റെ ഈ ചർമ്മം, ഈ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം അവനുണ്ടാക്കുന്ന യന്ത്രങ്ങൾ കൊണ്ട് നോക്കി കാണാനാവാത്ത വിധം മഹാപ്രപഞ്ചം അതിവിസ്തൃതവും അത്യത്ഭുതകരവും അതിസങ്കീർണവുമാണ്. അപ്പോൾ ഒരു ഡയമെൻഷൻ, 2 ഡയമെൻഷൻ വരെ മനുഷ്യന് കാണാൻ സാധിക്കുള്ളൂ. 11 ഡയമെൻഷൻ ഉണ്ടെന്നാണ് ഇപ്പോൾ ശാസ്ത്രം തന്നെ പറയുന്നത്. ഈ പ്രപഞ്ചത്തെ കാണാൻ 11 ഡയമെൻഷനിൽ കാണണം. അത് അസാധ്യമാണ്. മാക്സിമം ഒരു മനുഷ്യന് 2 ഡയമെൻഷനിലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഇതൊക്കെ കണ്ടിട്ടാണ്. നമ്മളെ ഈ ചെറിയ കഴിവ് വെച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മൾ ഈ വിശദീകരിക്കുന്നത്. ശാസ്ത്രത്തിൽ നിന്നൊക്കെ നമ്മൾ പറയുന്ന ഈ 2 ഡയമെൻഷനിൽ നമുക്ക് കാണാൻ സാധിച്ച ഈ പ്രപഞ്ചത്തിലെ ചില സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും അതായിരിക്കും സത്യം എന്ന് വിശ്വസിച്ച് നമ്മൾ പറയണം. അല്ലാതെ മുഴുവനായിട്ട് കാണാനും മനസ്സിലാക്കാനുള്ള പ്രാപ്തി മനുഷ്യർ തന്നിട്ടില്ല, അത്ര ആയുസ്സുമില്ല. അപ്പോൾ ഇവിടെ മനുഷ്യനൊരു സന്ദർശകനായിട്ട് വന്ന സന്ദർശകനായി തന്നെ തിരിച്ചു പോകുന്നൊരു സാഹചര്യമാണ്. അതേസമയം ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത് വളരെ എസെൻഷ്യലായിട്ടുള്ള ഐക്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്, നാച്ചുറൽ സ്വഭാവമാണ്. ആ പ്രകൃതിദത്തമായ സ്വഭാവം, അതിന് പ്രകൃതി എന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരു ദൈവത്തിൻ്റെ സർഗശക്തി കൊണ്ട് ഉണ്ടായിട്ടുള്ള മഹാത്ഭുതങ്ങളാണ്. എല്ലാം മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയില്ല. പിന്നെ ഭാഷയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. തലമുറകൾക്ക് ഭാഷ നമ്മൾ കൈമാറുന്നത്. ഈ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു വലിയ വിഷയങ്ങളാണ് ഞാൻ ഈ ചെറിയ ഇതിൽ പറയണത്. ഈ ഭാഷ എന്ന് പറയണത് ഉരുത്തിരിഞ്ഞ് വരുന്നതിന് മുമ്പ് ശബ്ദങ്ങളുണ്ടായിരുന്നു, ചിത്രങ്ങളുണ്ടായിരുന്നു, ഗുഹാചിത്രങ്ങളുണ്ടായിരുന്നു. അത് ഭാഷയായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പോൾ സയൻറ്റിസ്റ്റൊക്കെ പറയുന്നത് ലോകത്ത് 3 ഭാഷാ ഗ്രൂപ്പുകളാണുള്ളതെന്നാണ്. 3 ഭാഷാ ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പ് ഇനം തിരിച്ച് മനസ്സിലാക്കിയപ്പോൾ 3 വിഭാഗത്തിൽപ്പെട്ട ഭാഷാ സമൂഹങ്ങളുണ്ട്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നാണ് ബാക്കി ഭാഷകളൊക്കെ. അതിന് കുർഗൻ ഹൈപ്പോത്തീസിസ് എന്നാണ് പറയുക. അപ്പോൾ ആ ഭാഷാ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ആ 3 വിഭാഗത്തിലും പെട്ട ചില ഭാഷകളുണ്ട്. ഇവിടെ ചിലർ പറയലുണ്ടല്ലോ, ഇന്ത്യയാണ് ലോകത്തിൻ്റെ മധ്യത്തിൽ,
ഇന്ത്യയാണ് ഇതല്ല, ഈ ഭാഷ ഇന്ത്യയുടെയാണ്. അങ്ങനെ ലോകം മുഴുവൻ അതിൻ്റെ ഒരു കേന്ദ്രമായിട്ടിരിക്കുന്ന ഇന്ത്യ എന്നുള്ള മട്ടിൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് 5000 വർഷം 10000 വർഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതൊന്നും ഈ സയൻറ്റിസ്റ്റ് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അവർ അതിൻ്റെ ഒറിജിനെ പറ്റി പലതും പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യന് ഈ ഐക്യപ്പെടുക എന്നുള്ളത് അതിന് ഒരു അഭാവം. ഇപ്പോൾ ഈ സബ്ജക്റ്റ് തന്നെ സാഹിത്യോത്സവത്തിൽ തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സംഘർഷങ്ങളുടെ ഒരു കാലമാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് അനൈക്യത്തിന് വേണ്ടിയാണ്, ഭിന്നതയ്ക്ക് വേണ്ടിയാണ്, നാശത്തിന് വേണ്ടിയാണ്, ആണവായുധങ്ങൾക്ക് വേണ്ടിയാണ്, ബാലിസ്റ്റിക് മിസൈലിന് വേണ്ടിയാണ്, ക്രൂയിസ് മിസൈലിന് വേണ്ടിയാണ്, MSX മിസൈലിന് വേണ്ടിയാണ്, അതുപോലെ സബ്മറൈൻസിന് വേണ്ടിയാണ്, വാർ ഹെഡഡ് വെപ്പൺസുള്ള ആണവ റിയാക്ടറുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യൻ പണം ചെലവാക്കുന്ന മുഴുവൻ ആഹാരത്തിനും അവൻ്റെ സാധാരണ മനുഷ്യരുടെ അത്യാവശ്യത്തിനും അല്ലാതെ ഭരണാധികാരികൾ പണം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിഫൻസിനാണ്, യുദ്ധം ചെയ്യാനാണ്, പട്ടാളത്തിനാണ്, ആയുധങ്ങൾക്കാണ്, അതിൻ്റെ വിൽപ്പനക്കാണ്. അത് വലിയ ബിസിനസ്സായിട്ട് ഒരു സ്ഥലത്ത് യുദ്ധം ഉണ്ടാവാഞ്ഞാൽ ഈ ഉണ്ടാക്കിയ ആയുധം ചിലവാകില്ല, അതിനു വേണ്ടി യുദ്ധം ഉണ്ടാക്കുകയാണ്. ഒരു യുദ്ധത്തിൽ 2 കൂട്ടർ ഇടുമ്പോൾ 2 കൂട്ടർക്കും ആയുധം വിറ്റിട്ട് 2 കൂട്ടരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഇവരെ കച്ചവടം നടക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ രാജ്യം രാജ്യത്തോടും, രാഷ്ട്രം രാഷ്ട്രത്തോടും, ജാതി ജാതിയോടും, മതം മതത്തോടും, ഭാഷ ഭാഷയോടൊക്കെ കലഹിക്കുന്ന തരത്തിലുള്ളൊരു അന്തരീക്ഷം ലോകത്തുണ്ട്. പണ്ട് മുതലും അങ്ങനെ ഉണ്ടായിരുന്നു. 1-ാം ലോകമഹായുദ്ധം 2-ാം ലോകമഹായുദ്ധമൊക്കെ നമ്മളിൽ പലരും കാര്യപ്രാപ്തി നേടുന്നതിന് മുമ്പ് നടന്നതാണ്. അങ്ങനെയുള്ള ധാരാളം യുദ്ധങ്ങൾ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ 3000 യുദ്ധങ്ങളെങ്കിലും 5000 വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണ്ടേ? ഈ സംഘർഷങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? മനുഷ്യൻ ഒന്നാണെന്നുള്ളത് ഒരു മെസ്സേജ് എന്താണ് നമ്മൾ കൊടുക്കാത്തത്? അല്ലെങ്കിൽ നമ്മൾ കൊടുത്തത് മതിയോ? കൂടുതൽ കൊടുക്കണ്ടേ? എന്തുകൊണ്ട് മനുഷ്യന് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല? പ്രകൃതിയോട് ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല, അതുപോലെ പരിസ്ഥിതികളോട് ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല. മനുഷ്യൻ നാശം വരുത്തിയതിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. മഹാപാരിസ്ഥിതിക ദുരന്തങ്ങളും കാലാവസ്ഥ വ്യതിയാനവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേറെ പ്രശ്നം. യുദ്ധങ്ങൾ കൊണ്ട് തന്നെ പരിസ്ഥിതി നാശമാകുന്നുണ്ട്. റേച്ചൽ കഴ്സൺ എഴുതുന്ന കാലത്ത് അതൊന്നുമല്ല. അതിനുശേഷം നമ്മുടെ കവികളും സാഹിത്യകാരന്മാരും അതുപോലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരൊക്കെ ഒരുപാട് സംഗതികൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ONV കുറുപ്പ് തന്നെ ഭൂമിക്കൊരു ചരമഗീതം എന്നറിയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്, അല്ലേ? ഇനിയും മരിക്കാത്ത ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത ഉണ്ട് അദ്ദേഹത്തിൻ്റെ, ഭൂമിക്കൊരു ചരമഗീതം. എല്ലാം മറന്നൊന്ന് ഉറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇന്നിനി നമ്മിലൊരാളിൻ്റെ നിദ്രക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഒരാൾക്ക് ഉറങ്ങിക്കിടക്കണമെങ്കിൽ മറ്റൊരാൾ കാവൽ നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു. എല്ലാം മറന്നുറങ്ങിയിരുന്ന കാലം പോയി. നീ എൻ്റെ രസനയിൽ വയമ്പും നറുന്തേനുമായി വന്നൊരാദ്യാനുഭൂതി, നീ എൻ്റെ തിരികെടും നേരത്തു തീർത്ത കണമായ അലിയും അന്ത്യാനുഭൂതി. ഭൂമിയെക്കുറിച്ച് കവി പാടുകയാണ്. നീ എൻ്റെ രസനയിൽ നാവിൽ വയമ്പും തേനുമായിട്ടാണ് ആദ്യം വന്നത്, പിന്നെ മരിക്കുമ്പോൾ ഒരു തുള്ളി ജലമായി തീർത്ത കണമായി അലിയുന്നതും നീയാണ്. അപ്പോൾ ഭൂമി നമ്മുടെയായിട്ടുള്ള റിലേഷൻ അങ്ങനെയാണ്. അതുപോലെ മനുഷ്യർക്ക് പേടിയാവുന്നോ നിന്നെ പേടിയാണ് എനിക്കും, ആ മൂടിയ പുതപ്പിനുള്ളിൽ നിന്ന് ഉടരും കൊടും കത്തി എപ്പോഴെൻ നേരെ പായുമെന്നോർത്ത് ഞാനും ഗൂഢം എൻ്റെ വാളിലെ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് മധുസൂദനൻ നായർ പാടിയിട്ടുണ്ട്. ഒരാൾ കണ്ടാൽ മറ്റൊരാളോട് ചോദിക്കുകയാണ്, പേടിയാണ് എനിക്ക് നിന്നെ എനിക്കും പേടിയാണ്, നമ്മൾ തമ്മിൽ പേടിയാണ്. എൻ്റെ പുതപ്പിനുള്ളിൽ ഒരു കത്തി ഉണ്ടോയെന്നും ആ കത്തി എൻ്റെ നേരെ എപ്പോൾ വരുമെന്നും അറിയാതെ ഞാനും വെറുതെ ഇരിക്കുകയല്ല, ഞാൻ എൻ്റെ വാളിലെ പിടി ഞാനും മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർക്ക് പരസ്പരം ഭയപ്പെടുന്നൊരു സാഹചര്യം മാറണ്ടേ? പരിസ്ഥിതി നാശം തടയണ്ടേ? ഇതൊക്കെ വലിയ ഒരു പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടം. അപ്പോൾ ലഹരിയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ പറയണില്ല. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ, അയാൾ നോർവേയിലെ മുൻ പ്രൈം മിനിസ്റ്ററായിരുന്നു, ഐക്യരാഷ്ട്രസഭ നിയോഗിച്ചിരുന്നു. അതിൽ മൻസൂർ എന്ന് പറയുന്ന ഒരാൾ സുഡാനിലോ മറ്റുണ്ടായിരുന്ന ഒരു പഴയ പ്രധാനമന്ത്രിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. അവർ 900 ദിവസം യോഗം ചേർന്നിട്ട് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോമൺ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞൊരു റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചിരുന്നു. അതിൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, വികാസം എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് നാശം വരുത്താതെ നടത്തണം എന്നാണ് അതിൻ്റെ എസൻസ്. അതിലൊരു കാര്യം പറഞ്ഞിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ്, രണ്ടാമത്തെ കാര്യം പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, മൂന്നാമത്തെ കാര്യം പിന്നെ സോഷ്യൽ ഇക്വാലിറ്റി എന്നുള്ളതാണ്. അത് മൂന്നും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻവയോൺമെൻറ്റലും നോക്കണം, പരിസ്ഥിതി നോക്കണം, ആളുകൾക്ക് തുല്യമായിട്ട് വീതിക്കും ചെയ്യണം,
അതേസമയം സാമ്പത്തികമായി വളരും ചെയ്യണം. ഇതിൽ ഈ സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കിയുള്ള നടപടി അല്ലാതെ ബാക്കിയൊന്നും നടക്കുന്നില്ല. എല്ലാവരും സമ്പത്തുണ്ടാക്കാനും കുന്നുകൂട്ടാനും അധികാരം പങ്കുവെക്കാനും. അപ്പം മനുഷ്യനിൽ തന്നെ ഇൻഹറൻ്റായിട്ടുള്ള പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ ശക്തി പ്രാപിക്കുകയും അവൻ്റെ ദൈവികമായ വശങ്ങൾ അതിൻ്റെ അന്തർധാര ഏതാണ്ട് നഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ്റെ യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ വളരെയധികം വേവലാതിക്കൊള്ളുന്നത് നല്ലതാണ്. അത് ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ സബ്ജക്റ്റ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഫിറ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആദ്യ ഭാഗം ഉപസംഹരിക്കുന്നു. താങ്ക് യു ആൾ.